കൂട്ടുകാർക്ക് നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ഗീതുവിന്റെയും ഗോവിന്ദിന്റെയും നാളത്തെ നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ. ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. നമ്മുടെ മുന്നോട്ടുള്ള യാത്രയിൽ നിങ്ങളുടെ ഓരോ ലൈക്ക് സപ്പോർട്ടുമാണ് നമുക്ക് പ്രചോദനം തരുന്നത്. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു. അനാർക്കലി രാധികാമ്മേനെ കാണാനായിട്ട് ആർക്കൽ വീട്ടിലേക്ക് വരുവാണ്. ഈ സമയത്ത് രഞ്ജു അങ്ങോട്ട് ഇറങ്ങി വരുന്നത്. രഞ്ജുവിനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും രാധികാമ്മയ്ക്ക് ഇഷ്ടപ്പെടില്ല. താനും അനാർക്കലിയും തമ്മിൽ സംസാരിച്ചോണ്ട് ഇരിക്കുന്ന ഇടയ്ക്ക് രഞ്ജു വന്ന് ഒട്ടും അങ്ങോട്ട് ഇഷ്ടപ്പെടില്ല. പിന്നീട് രഞ്ജു വളരെ കയർത്ത് രാധികാമ്മയോട് സംസാരിക്കുന്നുണ്ട്. ഈ സമയം രാധിക പറഞ്ഞു, അങ്ങനെ നീ വലിയ ആളാവണമെന്ന് ശ്രമിക്കണ്ട. നീ ആരാ എന്താന്നൊക്കെ എനിക്ക് നന്നായിട്ടറിയാം. അനാർക്കലിയായിട്ട് നിനക്ക് മുമ്പ് തന്നെ ബന്ധമില്ലേ? എന്നിട്ട് അതെല്ലാം മറച്ചു വെച്ചിട്ടല്ലേടി നീ ഇവിടെ കടന്നു കൂടിയിരിക്കുന്നേ എന്നൊക്കെ രഞ്ജുവിനോട് പറയാ. രഞ്ജുവിന് വല്ലാത്ത ദേഷ്യവും സങ്കടമായി. അവസാനം അനാർക്കലി പറഞ്ഞു, അത്രയ്ക്ക് ഇതാണെങ്കിൽ നീ അങ്ങോട്ട് തെളിയിക്കാൻ പറയാ. ഞാനും ദേ ഈ പാമ്പടിച്ച ഈ കുട്ടിയും നമ്മളുടെ ബന്ധത്തെക്കുറിച്ച്. അവളാരാ മോള്? രാധിക. രാധിക പെട്ടെന്ന് എന്ത് ചെയ്യാണ്, ഫോണിനകത്ത് നേരത്തെ ഒരു വീഡിയോ പിടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. രഞ്ജു അനാർക്കലിയും കൂടെ തന്നെ സംസാരിക്കുന്നേ. അപ്പൊ ആ വീഡിയോ അങ്ങോട്ടത് കാണിക്കുകയാണ്. അവര് തമ്മിലിങ്ങനെ സംസാരിക്കുന്ന ഈ കാര്യങ്ങളൊക്കെ. ഇതെല്ലാം കണ്ടുകൊണ്ടിരുന്നപ്പോ ഒരു നിമിഷം അനാർക്കലി ഞെട്ടിപ്പോയി. പെട്ടെന്ന് രഞ്ജുവും കണ്ടു ആ വീഡിയോസോ. ഓഹോ, അപ്പൊ ഇതാണ് കാര്യം. തന്നെ ബ്ലാക്ക്മെയിൽ ചെയ്യാനായിട്ടാണ് ഇവരുടെ പുറപ്പാട്. അനാർക്കലി പറഞ്ഞു, രാധിക നീ എന്താ എന്നെ കുറിച്ച് വിചാരിച്ച അനാർക്കലി? അതെ, ഒരു വെടിക്കുള്ള മരുന്നൊക്കെ എന്റെ കയ്യിലും ഉണ്ട്, അറിയാലോ. ഇപ്പൊ ഈ വീഡിയോ കണ്ടോ? ഇത് കണ്ട ആരും പറയത്തില്ല നീയും ഈ നിൽക്കുന്ന രഞ്ജു നമ്മൾ ഒരു ബന്ധമില്ലെന്ന്. നിങ്ങൾ തമ്മിൽ പണ്ടേ പരിചയക്കാരാന്ന്. ദേ ഇവള് വിളിച്ചിട്ടാ നീ ഇങ്ങോട്ട് കയറി വന്നെന്ന് ഞാൻ അങ്ങോട്ട് വരുത്തി തീർക്കും. ഞാനും നീയും തമ്മിലൊരു ബന്ധമുണ്ടെന്ന് ഇവിടെ ആരും പറയത്തില്ല എന്ന് പറയാം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും രഞ്ജു പറഞ്ഞു, അപ്പൊ നിങ്ങൾ ചതിക്കോ അല്ലേന്ന് ചോദിക്കുക. പിന്നെ ചതിക്കോ അല്ലേന്നോ? നീ എന്താ എന്നെ കുറിച്ച് കരുതിയിരുന്നേ? പിന്നെ രാധികനെ നിനക്ക് ശരിക്കും മനസ്സിലായിട്ടില്ല. നീ മനസ്സിലാക്കാൻ പോകുന്നുള്ളെന്ന് പറയാം. അപ്പോഴേക്കും രേഖ അങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു. രേഖ അങ്ങനെ മറഞ്ഞു നിൽക്കുകയാണ്. ഇവരെന്തൊക്കെയാ സംസാരിക്കുന്നത് അറിയണമല്ലോ. കാരണം ഇത്രയും ദിവസത്തെ കാര്യങ്ങൾ പോലെയല്ല, ഇപ്പൊ ഇവിടെ എന്തൊക്കെയോ ചീഞ്ഞ് നാറുന്നുണ്ട്. ഒന്നാമത്തെ കാര്യം, കിഷോറിനെ കൊന്ന ആരാന്നറിയില്ല. അതോടൊപ്പം തന്നെ ഗീതുവിന്റെ അച്ഛനെ കാണാതെ പോയിരിക്കുന്നു. അതിന്റെയൊക്കെ പിന്നിലുള്ള രഹസ്യം എന്താണെന്ന് അറിയാൻ പറ്റുള്ളൂ. അനാർക്കലിയും രാധികാമ്മയും തമ്മിലുള്ള എന്തെങ്കിലും ഒരു ബന്ധം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവരതിനെക്കുറിച്ച് എന്തെങ്കിലും ഒരു സൂചന അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം കൊടുത്തിരിക്കും. അതെന്താന്ന് കേൾക്കാൻ വേണ്ടി രേഖ വന്ന് നിൽക്കുന്നത്. പിന്നീട് അനാർക്കലി ഈ വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും രാധികമ്മയോട് ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ദേ വെറുതെ ഇതിനകത്തേക്ക് ഇവിടെ പിടിച്ചിടണ്ടെന്ന് പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും രഞ്ജുവിന് ദേഷ്യം വന്നു. രഞ്ജു ഒരു കാര്യം എനിക്ക് ബോധ്യമായി, നിങ്ങൾ രണ്ടും തമ്മിൽ മുമ്പേ തന്നെ പരിചയമുണ്ട്. അതിന്റെ ഇടയ്ക്കേക്ക് എന്നെ എന്തിനാ വലിച്ചിട്ട്? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഗോവിന്ദന്റെ ശത്രുവാണ് നിങ്ങള്. അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾ ഞാൻ എന്തായാലും മിത്രമായിട്ട് കാണാനായിട്ട് പോകുന്നില്ല. നിങ്ങൾ ചിലപ്പോൾ എൻ്റെ അമ്മയുടെ ഫ്രണ്ട് ആയിരിക്കും, വിജയലക്ഷ്മി അമ്മയുടെ. പക്ഷെ നിങ്ങൾ ഒരിക്കലും ഞാൻ ഫ്രണ്ടായിട്ട് കാണാൻ പോകുന്നില്ല. ഗോവിന്ദന്റെ ശത്രു എൻ്റെ ശത്രു ആയിരിക്കും. പറഞ്ഞത് കേട്ടല്ലോ. ഇനി മേലാല് ദേ എന്നെ മോളെന്നും വിളിച്ചോണ്ട് നിങ്ങൾ വന്നേക്കളെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അനാർക്കലിയോട് ദേഷ്യപ്പെടുക. അനാർക്കലി പറഞ്ഞു, മോളെ ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല, നിങ്ങൾ കൂടുതലൊന്നും പറയണ്ട, എനിക്കെല്ലാം മനസ്സിലായി. നിങ്ങൾ ഈ കുടുംബത്തിലേക്ക് കയറി വന്നത് എന്തിനാണെന്നറിയാം, എനിക്കറിയാന്ന് പറയാം. ഇപ്പൊ ഞാൻ എന്തായാലും ഗോവിന്ദനോടൊന്നും പറയാൻ പോകുന്നില്ല. മര്യാദയ്ക്ക് ഇവിടെ നിങ്ങൾക്ക് പോകുന്നത് നല്ലത്. അല്ലെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ ഗോവിന്ദനോട് ഈ കാര്യങ്ങളൊക്കെ പറയുമെന്ന് പറയാം. എന്നാ നീ ഒന്ന് പറഞ്ഞു ഒന്ന് കാണട്ടെ. ഈ സത്യങ്ങളൊക്കെ ഈ തെളിവ് സഹിതം ഞാൻ ഗോവിന്ദനെ കാണിക്കുന്ന രാധിക പറയാണ്. രഞ്ജുനാണ് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അങ്ങനെ എന്തെങ്കിലും അറിഞ്ഞാൽ ഗോവിന്ദാണ് തന്നെ സംശയിക്കില്ലേ? താൻ വിളിച്ചിട്ടാണ് ഈ സ്ത്രീ വന്നിരിക്കുന്നത്. ഒന്നാമത്തെ കാര്യം, അമ്മയോട് ഗോവിന്ദാണ് ദേഷ്യമുണ്ട്. അപ്പൊ ഇതോടെ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ദേഷ്യം ഒന്നുകൂടെ കൂടത്തില്ലേ? രഞ്ജുവിന് നല്ല സങ്കടമായി. പക്ഷെ രഞ്ജു ദേഷ്യപ്പെട്ട് അങ്ങോട്ട് അകത്തേക്ക് അങ്ങോട്ട് കയറി പോവാണ്. രാധിക പറഞ്ഞു, കണ്ടില്ലേ, അവളെയൊക്കെ വരുത്തിക്ക് വരുത്താനായിട്ട് എനിക്ക് സാധിച്ചു. ഇതോടൊപ്പം അനാർക്കലി പറഞ്ഞു, രാധികയെ നിനക്ക് ഈ ഓലപ്പാമ്പ് കടിച്ച് പേടിപ്പിക്കാനേ പറ്റുള്ളൂ. പക്ഷെ എന്റെ മുന്നിൽ നിനക്ക് പിടിച്ചേക്കാൻ കഴിയില്ല. കാരണം എന്താണെന്നറിയാവോ? എന്റെ കയ്യിലെ തെളിവുണ്ട്. നിനക്ക് കാണണോ? ആ വീഡിയോസ് കാണണോന്ന് ചോദിക്കുകയാണ്. പിന്നെ ആ ഫോണിനകത്ത് ആ വീഡിയോസ് എടുത്ത് കാണിച്ചു കൊടുക്കുകയാണ്. ദേ നിനക്ക് നിന്റെ ഫോണിലേക്ക് ഒരു ദിവസം ഞാൻ ഇട്ട് തന്നിട്ടുണ്ടായിരുന്നു. ഭദ്രന്റെ നെഞ്ചിലേക്ക് നീ കത്തി ആഴ്ന്നിറക്കുന്ന ആ വീഡിയോ. അത് ഇനി നിനക്ക് വേണോന്ന് ചോദിക്കാം. നിനക്ക് മാത്രല്ല, ഞാൻ കാണിക്കാൻ പോകുന്ന ആരെന്നറിയാലോ? ഈ കുടുംബത്തിലെ ഗോവിന്ദന്റെയും ഗീതിനെയൊക്കെയാ കാണിക്കാൻ പോകുന്നേ. അങ്ങനെ എന്തെങ്കിലും കാണിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ എന്താ സംഭവിക്കാൻ പോകുന്ന നിനക്ക് അറിയാലോന്ന് ചോദിക്കാം. രാധിക പെട്ടു. അനാർക്കലി നീ എന്താ രാധികയെ വിചാരിച്ചോണ്ടിരിക്കുന്നത്? നിന്നെ ഞാൻ പണ്ടേ മനസ്സിലാക്കിയതാ. നിന്റെ കുതന്ത്ര ബുദ്ധി എനിക്ക് മനസ്സിലായതാ. ഇപ്പൊ നീ ചിന്തിക്കുന്നത് എന്തായിരിക്കും എന്ന് എനിക്കറിയാം. എന്നെ എങ്ങനെ വകവരുത്താന്നായിരിക്കൂലേ? അതൊന്നും ഒരിക്കലും നടക്കാൻ പോകുന്ന കാര്യമല്ല രാധികയെ. നീ അതിനെക്കുറിച്ച് ചിന്തിക്കുക വേണ്ട. ഒന്നുമല്ലേലും ഞാൻ ജയിലിൽ കിടന്ന് കുറെ അടിയും തടവൊക്കെ പഠിച്ചു കഴിഞ്ഞിട്ടാ പുറത്തേക്ക് ഇറങ്ങിയേക്കുന്നത്. നിന്നെ പോലെയുള്ള ഇതേ വൃത്തിയായിട്ടുള്ളമാരെ എനിക്ക് കണ്ടാൽ തന്നെ തിരിച്ചറിയാനായിട്ട് പറ്റുമെന്ന് പറഞ്ഞാൽ ആ മുഖത്ത് നോക്കിയാൽ തന്നെ എനിക്ക് അതിനെക്കുറിച്ചൊക്കെ അറിയാൻ സാധിക്കുമെന്ന് പറയാണ്. ഈ സമയം രേഖ ഒന്നും മറിഞ്ഞിരിക്കുന്നുണ്ട്. രേഖയ്ക്കാണ് മനസ്സിലായി എന്തൊക്കെയോ ഇവര് തമ്മിൽ എന്തൊക്കെയോ കള്ളക്കളികളുണ്ട്. ഒരു പക്ഷേങ്കിൽ കിഷോറിനെ കൊന്നുമായിട്ട് ബന്ധപ്പെട്ട് ഇവർക്ക് എന്തെങ്കിലും അറിയാവോ? രാധികാമ്മ അനാർക്കലിയെ ഭയപ്പെടുന്നുണ്ട്.
ആ സംസാരത്തിൽ നിന്ന് വ്യക്തമാകുന്നുണ്ട്. ഒരു പക്ഷേങ്കിൽ അനാർക്കലി ഇവരെയും ഭീഷണിപ്പെടുത്തുന്നുണ്ടോ എന്താണെന്നറിയത്തില്ല. എന്താണെങ്കിലും കണ്ടുപിടിച്ചേ മതിയാവുള്ളൂ. അങ്ങനെയാണെങ്കിലോ പല രഹസ്യങ്ങളുടെയും ചുരുളുകളൊക്കെ അഴിഞ്ഞു വരത്തുള്ളൂ. ആ സമയം അജാസ് എന്ത് ചെയ്യുവാണ്, അപർണയുടെ വീട്ടിലേക്ക് വരുവാണ്. അപ്പൊ അങ്ങോട്ടേക്ക് വരാനാണ് ഗീതവും ഗോവിന്ദും കൂടെ പറഞ്ഞിരിക്കുന്നത്. അജാസ് വരുവാ. അപ്പൊ അജാസിനെ നോക്കി വെയിറ്റ് ചെയ്ത് ഗീതവും ഗോവിന്ദും ഒക്കെ അവിടെ നിൽക്കുവാണ്. അങ്ങനെ അജാസ് അങ്ങോട്ട് വന്നു. അജാസിനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ഗോവിന്ദന് ദേഷ്യ കൂടെ സഹിക്കാൻ പറ്റില്ല. ഗോവിന്ദ് പെട്ടെന്ന് എന്നിട്ട് അജാസിന്റെ കോളർ അങ്ങോട്ട് കുത്തിപ്പിടിക്കുകയാണ്. ഇത്രയും കാലം കൂടെ നടന്നിട്ട് നിന്നെ ഞാൻ എന്റെ അനുജനെ പോലെ കരുതിയിരുന്നേ, എന്നിട്ട് നീ എന്നെ ചതിക്കുമായിരുന്നു അല്ലേടാന്ന് ചോദിക്കുക. ഗോവിന്ദ് സാർ എന്തൊക്കെയാ പറയണെന്ന് ചോദിക്കും. നീ ഒന്നും ഒളിച്ചു വെക്കാൻ ശ്രമിക്കണ്ട. നീ എന്താ പറഞ്ഞത്? അവർണിയെ തല ഇറങ്ങി വീണു, അങ്ങനെ അവർണിയെ ഹോസ്പിറ്റലിൽ എത്തിച്ചു. നീ വേറെ എന്തെങ്കിലും എന്നോട് പറഞ്ഞോടാന്ന് ചോദിക്കുക. അത് പിന്നെ ഗോവിന്ദ് സാർ എനിക്കറിയാടാ, നീ എല്ലാം ചതിച്ചെന്നെ. എന്റെ അച്ഛൻ ഉറങ്ങുന്ന മണ്ണ, അച്ഛന്റെ ഓർമ്മകൾ ഉറങ്ങുന്ന മണ്ണ അത്. വെമ്പാലമുക്കിലുള്ള അവിടേക്കാ നീ ആ കൊണ്ട ബോഡി കുടിച്ചിട്ടെ. പക്ഷെ നീ ഇത്രയ്ക്ക് ചതിയോ നീ പ്രതീക്ഷിച്ചില്ല. അതൊരു പുണ്യമായ സ്ഥലമായിട്ട് കരുതുന്ന ഒരു വ്യക്തിയാണ് ഞാൻ, അറിയാലോ. എന്റെ അച്ഛന്റെ ഓർമ്മകൾ ആ വീട് മുഴുവൻ നിറഞ്ഞിരിക്കുന്നത്. അവിടെ നിന്നാണ് ഒരു ശവം മാന്തി എടുത്തിരിക്കുന്നത്. അതും ആ വൃത്തികെട്ടവന്റെ ആ കിഷോറിന്റെ. നിനക്ക് എങ്ങനെ തോന്നിയുടെ അജാസെ അവിടെ തന്നെ കൊണ്ടുപോയി ആ ബോഡി കുഴിച്ചിടാനായിട്ട്? നീ ഇത്രയ്ക്ക് ക്രൂരനായി പോയല്ലെന്ന് പറയണം. ഗോവിന്ദ് സാർ എന്തറിഞ്ഞിട്ടാ പറയണേ? നീ കള്ളമൊന്നും പറയണ്ട, ഞാൻ കാര്യങ്ങളൊക്കെ അറിഞ്ഞു പറയണം. അവർ നീ എന്നോടെല്ലാം പറഞ്ഞു. ഇത് കേട്ടതും അജാസ് പറഞ്ഞു, അവർണയെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരി തന്നെയാ. ഞാൻ അവർണയെ ഹോസ്പിറ്റലിൽ കൊണ്ടായിരുന്നു, എല്ലാം ചെയ്തായിരുന്നു പറയണം. എന്നിട്ടോ നീയല്ലേ എന്നിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ നോക്കിയെന്ന് വെക്കുക. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും അജാസ് പറഞ്ഞു, അല്ല കിഷോറിന്റെ ബോഡി ഞാനല്ല കൊണ്ടേ മറവ് ചെയ്തെന്ന് പറയാ. അല്ലേ നീ എന്തൊക്കെയാ പറയണെന്ന് ചോദിക്കും. അതേന്ന് പറയാണ്. കാരണം ഞാൻ പറയുന്നത് സത്യമാ. കിഷോറിന്റെ ബോഡി കൊണ്ടുപോയി മറവ് ചെയ്ത് ഞാനില്ല. കാരണം ഞാൻ അവർണയെ കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. കാരണം ആ ബോഡി ഇവിടെ ഇട്ടാ പോയത്. എനിക്ക് അപ്പോഴത് കൊണ്ടുപോകാൻ പറ്റില്ല. ഞാൻ വന്നപ്പോൾ ആ കാഴ്ച കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേങ്കിൽ ഞാൻ അവർണയെ ഹോസ്പിറ്റലിൽ കൊണ്ട് അഡ്മിറ്റ് ആക്കിയല്ല അവളുടെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേനും ആ ബോഡി ഇവിടെ കാണാനില്ലായിരുന്നു പറയാണ്. ബോഡി കാണാനില്ലേ, പിന്നെ അതെവിടെ പോയി എനിക്കറിയത്തില്ല. പിന്നെയാണ് ഞാൻ അറിഞ്ഞേ വെമ്പാലമുക്കിലുള്ള സാറിന്റെ വീട്ടിൽ നിന്ന് ആ ബോഡി കണ്ടെടുത്തെന്നൊക്കെ. പക്ഷെ അതെങ്ങനെ അവിടെ എത്തിയെന്നൊന്നും എനിക്കറിയില്ല എന്ന് പറയണം. ചേട്ടൻ ഗോവിന്ദോട് നീ വെറുതെ കള്ളത്തരം പറയണ്ട. സത്യ ഗോവിന്ദ് സാർ ഞാൻ പറയണേ. ഇനി എനിക്ക് ചങ്ക് തുറന്ന് കാണിക്കാനായിട്ട് പറ്റില്ല. ഞാനൊരു കള്ളം പറഞ്ഞു അവർണയ്ക്ക് വേണ്ടിയിട്ട് കിഷോറിന്റെ കാര്യം. പക്ഷെ അതിനേക്ക് അപ്പുറം എനിക്കൊന്നും അറിയില്ല എന്ന് പറയണം. ഞാൻ ആ കാര്യം കണ്ടിട്ടില്ല കേട്ടിട്ടില്ല എന്ന് പറയണം. എന്നെ വെറുതെ സംശയിക്കരുത്. ഇനിയിപ്പം ഇത് കൂടുതൽ എനിക്കൊന്നും അറിയത്തില്ല പറയാനായിട്ട്. സാറിന് വേണമെങ്കിൽ എന്ത് വേണം എന്നെ ചെയ്യാം. ഇതൊക്കെ ഗോവിന്ദോർത്ത് അപ്പൊ പിന്നെ ആരായിരിക്കും അത് ചെയ്തേ? അങ്ങനെയാണെങ്കിൽ ആരോ പുറകെ കിടന്ന് കളിക്കുന്നുണ്ടല്ലോ എന്ന് ഗീതു ഗോവിന്ദനോട് പറയാണ്. സൂക്ഷിക്കണം. ഒരു പക്ഷേങ്കിൽ ആ സമയത്ത് ഇവിടെ വേറെ ആരോ വന്നിട്ടുണ്ട്. അവർ ഈ ഇതൊക്കെ കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. ഒരു പക്ഷെ ഇനി കിഷോറിന്റെ കൂടെ വേറെ ആരായിരുന്നെങ്കിലും ഉണ്ടായിരുന്നോ അതും പറയാൻ പറ്റില്ല. ഇത് കേട്ടപ്പോഴാണ് അവർ ആ കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുന്നതന്നെ. ചിലപ്പോൾ അങ്ങനെയാണോ, കിഷോർ ഒറ്റയ്ക്കാണോ വന്നതെന്ന് പറയാൻ പറ്റില്ല. ഇനിയിപ്പോ കിഷോറിന്റെ കൂടെ ആ സമയത്ത് വേറെ ആരെങ്കിലും ഉണ്ടായിട്ട് കിഷോർ തന്നെ അകത്തേക്ക് വന്നും പറയാൻ പറ്റില്ല. അങ്ങനെയായപ്പോ കിഷോർ മരിച്ചതൊക്കെ ചിലപ്പോൾ അവരും കണ്ടു കാണും. അങ്ങനെയാണ് കിഷോറിനെ അവരാണെങ്കിൽ കൊണ്ട് അവിടെ ഇട്ടത്. അത് ഓർത്ത് കഴിഞ്ഞപ്പോഴത്തേനും പെട്ടെന്ന് തന്നെ ഗോവിന്ദോട് ശരിയാ, അന്ന് ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും എന്നൊരു ചിന്ത വരുന്നുണ്ട്. അങ്ങനെയായിരിക്കും, അത് ആരായിരിക്കും കിഷോറിലൂടെ അങ്ങോട്ട് വന്നേ? അതൊരു ഞെട്ടിക്കുന്ന കാര്യം തന്നെയാണ്. ഒരു പക്ഷേങ്കിൽ അത് ആരാന്ന് ഇവർക്ക് ഒന്നും മനസ്സിലാവില്ല. കിഷോറിന്റെ കൂടെ വരാൻ പാകത്തുള്ള ആളായിരുന്നു. അത് മറ്റാരും ആയിരിക്കില്ല, അനാർക്കലി ആയിരിക്കും. കാരണം അനാർക്കലിയും കിഷോറും കൂടെ കമ്പനി ആയിട്ടുണ്ടായിരുന്നല്ലോ. അങ്ങനെ അനാർക്കലി ബദറിനെ കുടിച്ചിട്ട് സ്ഥലം കണ്ടായിരുന്നു. അങ്ങനെ ബദറിന്റെ ബോഡി അവിടെ നിന്ന് മാറ്റിയിട്ട് കിഷോറിന്റെ ബോഡി അനാർക്കലി ആയിരിക്കും അവിടെ കൊണ്ടുപോയിട്ടിരിക്കുന്നത്. കാരണം കിഷോർ തിരിച്ചു വന്നു കഴിഞ്ഞപ്പോഴത്തേനും ആ ബോഡി അവിടെ കാണാം. കിഷോറല്ല, അജാസ് തിരിച്ചു വന്നു കഴിഞ്ഞപ്പോഴത്തേനും ആ ബോഡി അവിടെ കാണാതെ പോകണമെങ്കിൽ അനാർക്കലി ആയിരിക്കും ആ ബോഡി അവിടെ നിന്ന് മാറ്റിയിട്ടുണ്ടായിരിക്കാം. അനാർക്കലി ആ ബോഡി അവിടെ കൊണ്ട് മനഃപൂർവ്വം കൊണ്ട് ഇട്ടതായിരിക്കും. പക്ഷെ ഇത് ഗോവിന്ദനൊന്നും അറിയത്തില്ലോ. ഇങ്ങനെ അവര് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അങ്ങോട്ടേക്ക് എസ്ഐയും കൂട്ടരും വരുന്നത്. അങ്ങനെ വീട് ചോദ്യം ഇങ്ങനെ നോക്കാനും പിന്നെ അവർണേനെയൊക്കെ ചോദ്യം ചെയ്യാനുമായിട്ട് എസ്ഐയും കൂട്ടുകാരും കൂടെ വരുവാണ്. അവരെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും വല്ലാത്തൊരു ഞെട്ടല് അജാസിലൊക്കെ ഉണ്ടായി. ഇനി എന്തിനാ ഇവര് ഇങ്ങോട്ട് വരുന്നേ എന്നൊരു കാര്യം മനസ്സിലേക്ക് വരുവാണ്. ഇനിയിപ്പം തങ്ങളെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകാനാണോ? അങ്ങനെയൊക്കെ അവർണയുടെ ചുണ്ടിലേക്ക് ഒരു ചിന്തയൊക്കെ വരുന്നുണ്ട്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കാണാൻ പോകുന്നത്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. അപ്പൊ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചു നിർത്തുന്നു. നന്ദി.